തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ കൂടുതൽ അറസ്റ്റിലേക്ക് തമിഴ്നാട് പോലീസ് കടക്കുകയാണെന്ന വാർത്ത. ടി.വി.കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ നീക്കം. സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഉടൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് റിപ്പോർട്ട് കൈമാറും. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിലുള്ള സർക്കാരിൻ്റെ ധനസഹായം ബന്ധുക്കൾക്ക് കൈമാറി. കരൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരും. അതുപോലെ മുഹമ്മദ് റഹീസും ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുഹമ്മദ് റഹീസ്. ശ്രീജിത്ത്, ഈ കരൂർ ശാന്തമാണ്, എന്നാൽ അവിടെ ഉള്ളിൽ അശാന്തി പടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്ര അധികം ആൾക്കാരുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച ഈ കരൂർ എന്ന് പറയുന്ന ഈ ചെറിയ പട്ടണം ഉറങ്ങില്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ കരൂർ ശാന്തമാണ്, അതായത് പുറമേക്ക് ശാന്തമാണ്. പക്ഷേ ആ 41 പേരുടെ മുറിവ് അല്ലെങ്കിൽ അവരുടെ മരണം വല്ലാത്തൊരു വേദന തന്നെയാണ് കരൂരിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നലെ തന്നെ ടി.വി.കെയുടെ 2 പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ടി.വി.കെക്ക് നേരിട്ടിരുന്നു. അവർ പ്രധാനമായും ഉന്നയിച്ചത് ഇത് ഒരു ഗൂഢാലോചനയാണ്. പോലീസ് പറയുന്ന മാനദണ്ഡങ്ങളിൽ പകുതിയിലേറെ തങ്ങൾ പാലിച്ചു. പക്ഷേ അതിനുശേഷവും പിന്നീട് ദുരന്തമുണ്ടാകുന്നതിൻ്റെ കാരണം പ്രധാനമായും പോലീസ് തന്നെയാണ് എന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. അത് ട്വീറ്റിലൂടെയും മറ്റും ടി.വി.കെയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഉയർത്തിയിരുന്നു. പക്ഷേ അത് ആ വാദം പൂർണ്ണമായി തള്ളുകയാണ് ഈ ഒരു ഘട്ടത്തിൽ കോടതി ചെയ്തത്. അതിനുശേഷമാണ് ഈ 2 പേരെയും റിമാൻഡ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എൻ ആനന്ദ് അതുപോലെ തന്നെ നിർമ്മൽ കുമാർ 2 പേരും ടി.വി.കെയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവരെ പ്രതി ചേർക്കാനുള്ള നീക്കവും ഇവരുടെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നീക്കവുമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതിയുടെ തീരുമാനമെന്ന് അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇതിനു മുൻപ് തന്നെ കൃത്യമായ രീതിയിൽ ചില പ്രതികരണങ്ങൾ ടി.വി.കെയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അവർ എല്ലാവരും തന്നെ ഇപ്പോൾ ഏതാണ്ടൊരു ഭയപ്പെട്ട അവസ്ഥയിലാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലൊരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ തരത്തിലേക്ക് പോലീസ് ഒരു നടപടി ക്രമത്തിലേക്ക് കടക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം, അത് ASP ആണ് അത് ലീഡ് ചെയ്യുന്നത്, അത് നയിക്കുന്നത്. ആ അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണത്തിന് ശേഷം മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇന്നലെ KC വേണുഗോപാൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. 2 ലക്ഷം രൂപ വീതം 41 കുടുംബങ്ങൾക്കും അദ്ദേഹം കോൺഗ്രസിൻ്റെതായ ആ സംഭാവന അല്ലെങ്കിൽ ആ ഒരു കൈമാറി ഇതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹം പറഞ്ഞത് വിജയെ തള്ളാനോ കൊള്ളാനോ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറല്ല, പക്ഷേ അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തു വരട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട്. പക്ഷേ BJP വിജയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് നിസ്സംശയം നമുക്ക് പറയാം. BJPയുടെ സംഘം, NDA സംഘം ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന് അവർ അനുരാഗ് ഠാക്കൂറിൻ്റെ നേതൃത്വത്തിൽ, ഹേമമാലിനിയുടെ നേതൃത്വത്തിലൊക്കെ എത്തിച്ചേർന്ന് അവർ ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന ടി.വി.കെയുടെ ആരോപണം വീണ്ടും ഇവിടെ വന്ന് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നും കുറേ നേതാക്കൾ ഈ കരൂരിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK. ഓക്കെ, നമുക്കപ്പം ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങളുമായി കരൂരിൽ നിന്ന് ചേർന്നത്. ഒരു മൗനത്തിന് ശേഷം ഇന്നലെ വിജയ് മൗനത്തിൻ്റെ പുറന്തോടൊക്കെ പൊട്ടിച്ച് അദ്ദേഹം പുറത്തു വന്ന അദ്ദേഹം വളരെ ദുഃഖാകുലനായി കാണപ്പെട്ടു. സ്വാഭാവികമാണ്. താൻ ഇറങ്ങിത്തിരിച്ച വഴിയിൽ 41 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തെ വല്ലാതെ മാനസികമായി തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് കാര്യം. എന്നാൽ ഇപ്പോഴും വിജയ് അറസ്റ്റ് ചെയ്യാൻ തക്ക കാര്യങ്ങളൊന്നും തമിഴ്നാട് പോലീസ് നീക്കിയിട്ടില്ല. മാത്രമല്ല, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അത് ക്ഷണിച്ചു വരുത്തും എന്നുള്ള കാര്യത്തിൽ പോലീസിനും സർക്കാരിനും സംശയമില്ലതാനും. അതുകൊണ്ട് തന്നെ ആ വിജയുടെ അറസ്റ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. വിജയെ പ്രതി ചേർത്തിട്ടും ഇല്ല ഇതുവരെ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ബന്ധുക്കളെ നഷ്ടപ്പെട്ടവർക്കെല്ലാം ഇന്നലെ ഈ നഷ്ടപരിഹാര തുക കൈമാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ് റഹീസ്? SK, ഈ കേസിൽ നിലവിൽ എന്തായാലും പോലീസ് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ഏറ്റവും നിർണായകമായത് ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും മധുര ബെഞ്ചിൽ നിന്നും ടി.വി.കെക്ക് ഏറ്റ തിരിച്ചടിയാണ്. അപ്പോൾ അവർ ഓരോ വിഷയങ്ങളും എടുത്തെടുത്തു പറഞ്ഞു പോലീസ് നിയമ നടപടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ടി.വി.കെ ജനറൽ അടക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ വൈകിട്ട് സർക്കാരിൻ്റെ തന്നെ വിശദീകരണം വന്നിട്ടുണ്ട്. ഈ കാര്യത്തിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് തെളിയിക്കുന്ന 15 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ, അത് വിവിധ ചാനലുകളുടെയും CCTV ദൃശ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയ് വരുന്നതിനും പോകുന്നതിനും ശേഷമുള്ള ഒരു വീഡിയോ, അതൊരു ടൈം ലൈനാക്കി എന്തൊക്കെയാണ് ടി.വി.കെ നൽകിയ നിർദ്ദേശങ്ങൾ അതിലൊന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. വിജയ് പലപ്പോഴും മനഃപൂർവ്വം വാഹനം വഴിയിൽ നിർത്തി ശേഷം പലതവണ പോലീസാണ് ഇടപെട്ട് വിജയ് അവിടേക്ക് കൊണ്ടുവരുന്നത്. വിജയ് പോലീസിന് നന്ദി പറയുന്ന വീഡിയോ ആ ഒരു സീക്വൻസിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഓരോ ഘട്ടത്തിലും പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ, ആളുകൾ എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിക്കൊണ്ട് അത് വകഞ്ഞു മാറ്റി വിജയുടെ അടുത്തേക്ക് ഇരച്ചെത്തുന്ന ദൃശ്യങ്ങൾ
ദൃശ്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പുറത്തുവിട്ടുകൊണ്ട് സർക്കാർ തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്ന് അറിയിക്കുകയാണ്. അത് സർക്കാർ വക്താവായിട്ടുള്ള അമുദ IPS അങ്ങനെ ഒരു വാർത്താ സമ്മേളനം കൂടി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇനി നടക്കാൻ പോകുന്നത് അത് DMK വേഴ്സസ് TVK എന്നുള്ള രീതിയിൽ ഇനി DMK കൂടി ആ ഒരു തരത്തിൽ TVK അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഇതുവരെയും വിജയെ കടന്നാക്രമിച്ചിരുന്നില്ല. മാത്രമല്ല വിജയ് ഇന്നലെ സംസാരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് വിഷമമുണ്ട്, സങ്കടമുണ്ട്, അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായില്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതാണ് DMK ഹാൻഡിലുകൾ ഇപ്പോൾ പ്രധാനമായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജയ്ക്ക് ഈ സംഭവത്തിൽ ഖേദമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിജയ് ഇന്നലെ സർക്കാരിനെ വെല്ലുവിളിച്ചു, മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു, ഗൂഢാലോചനയുണ്ടെന്ന് വിജയ് തന്നെ ആരോപിക്കുകയാണ്. അപ്പോൾ ആദ്യ പ്രതികരണത്തിൽ തന്നെ വിജയ് അത് രാഷ്ട്രീയമായി കൂടി ഉപയോഗിച്ചതുകൊണ്ട് DMKയും ഇനി വിജയെ സ്വാഭാവികമായിട്ടും അറ്റാക്ക് ചെയ്യാൻ തന്നെയാണ് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ രീതിയിലേക്ക് ഇന്ന് DMK നേതാക്കളുടെ പ്രതികരണം മാറും. എല്ലാത്തിനും പുറമെ ഇന്നലെ സെന്തിൽ ബാലാജി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയ് ഉൾപ്പെടെയുള്ളവർ വിരൽ ചൂണ്ടുന്നത് DMKയുടെ ആ പ്രദേശത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവ്, മുൻ മന്ത്രി, സ്റ്റാലിൻ്റെ വിശ്വസ്തൻ, അപ്പോൾ അദ്ദേഹം സെന്തിൽ ബാലാജി MLAയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾ ഈ ഒരു റാലിയിലേക്ക് നുഴഞ്ഞു കയറി അതിനുശേഷം ഉണ്ടാക്കിയ ഒരു അപകടം എന്നാണ് വിജയ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി തന്നെ സെന്തിൽ ബാലാജിയെ കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഈ ധനസഹായം ഓരോ വീടുകളിലും എത്തിച്ചു നൽകിയത്. അദ്ദേഹത്തിനെ കൊണ്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആശുപത്രിയിലേക്ക് പോയി അവരുടെ ബന്ധുക്കളെ കണ്ടു, അവരുമായി സംസാരിച്ചു. അപ്പോൾ സെന്തിൽ ബാലാജിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് TVK കൗണ്ടർ ചെയ്യാൻ കൂടിയിട്ടാണ് ഇപ്പോൾ DMK ശ്രമിക്കുന്നത്. എന്തായാലും ഇനി ആനന്ദിന്റെ അറസ്റ്റോടുകൂടി പിന്നീട് ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ എന്താണ്? വിജയ് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തുമോ? അദ്ദേഹത്തിന് കൂടുതൽ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് TVK ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാകുമോ? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് വരിക. അപ്പോൾ ഈ ഒളിവിലുള്ള നേതാക്കളൊക്കെയും ഏതാണ്ട് ഇന്നോടുകൂടി പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു മുഹമ്മദ് റഹീസ്. യഥാർത്ഥത്തിൽ വിജയുടെ ആരാധകരൊക്കെ തന്നെ വലിയ വേദനയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇത്രയും വേദനിക്കുന്നൊന്നും അവർക്ക് താങ്ങാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ ഈ ആർട്ടിസ്റ്റുകളോട്, താരങ്ങളുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിജയ് വന്ന് പെട്ടിരിക്കുന്ന ഈ അപകടത്തെക്കുറിച്ച് അവർ വളരെ ബോധവാന്മാരാണ്. കാരണം നിയമത്തിൻ്റെ നാൽക്കവലയിലെങ്ങാനും അദ്ദേഹം കമഴ്ന്നടിച്ച് വീണുപോയാലുള്ള അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.